ഗായ്സ്, അപ്പോൾ ബ്ലൂവാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ ടോപ്പ് 5 കൺട്രീസ്, അതായത് 5 ബെസ്റ്റ് കൺട്രീസ്. എങ്ങനത്തെ കൺട്രീസ് നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന കൺട്രി ജർമ്മൻ ആയിരിക്കും. ജർമ്മൻ മാത്രമല്ല പക്ഷെ ഉള്ളത്, ഒരു 5 ടോപ്പ് കൺട്രീസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഞാൻ പറയട്ടെ, ജർമ്മനി തന്നെയാണ്. ജർമ്മനിയിൽ എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും എന്താ പറയുക ട്യൂഷൻ ഫീസ് ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക എനിക്ക് നഴ്സിങ്ങിന് മാത്രമുള്ള നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കാത്തത്, ബാക്കിയുള്ള എല്ലാ മാസ്റ്റേഴ്സിനൊക്കെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. എന്താ പറയുക, പക്ഷേ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് കാര്യങ്ങളൊക്കെ ഫുൾ ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു ചിലവ് ഏകദേശം നിങ്ങൾക്ക് ഒരു മാസം എന്താ പറയുക ഒരു 50 to 60 ലിവിങ് എക്സ്പെൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നേ. എനിക്കൊണ്ട് അതിലേറെ മീൻസ് ചിലവിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് അവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റും ഈ പാർട്ട് ടൈം എടുത്താൽ തന്നെ. നിങ്ങൾക്ക് വെക്കേഷൻ സമയത്തൊക്കെ ഫുൾ ടൈം പോയാൽ അപ്പോൾ നല്ല പൈസ ഉണ്ടാക്കാം. പിന്നെ എന്താ പറയുക, കുറേ സബ്സിഡീസാണ്. ചിലത് 100% ഫുൾ സ്കോളർഷിപ്പ് കിട്ടും. ചിലത് നിങ്ങൾക്ക് മാക്സിമം പോയി 20,000 30,000 പെർ സെമസ്റ്റർ നിങ്ങൾക്ക് അടക്കേണ്ടി വരത്തുള്ളൂ. ജർമ്മൻ പോലത്തെ കൺട്രീസിലൊക്കെ ആ ഇൻകം കൊണ്ട് അത് വളരെ കുറവാണ്. പിന്നെന്താ പറയുക, എല്ലാ കോഴ്സിനും ജർമ്മൻ പഠിക്കണം എന്നില്ല. ചില കോഴ്സിനൊക്കെ ജർമ്മൻ മസ്റ്റായിട്ട് പഠിക്കണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് സബ്സിഡി കാര്യങ്ങളും കിട്ടും. ചില കോഴ്സ് ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാംസ് ഉണ്ട്. മാസ്റ്റേഴ്സ് കോഴ്സിനാണ് അധികം എനിക്ക് തോന്നുന്നത് അതൊക്കെ വരുന്നത്. പിന്നെ പല സ്കോളർഷിപ്പുകളുണ്ട്. ഡാഡ് സ്കോളർഷിപ്പ്, പിന്നെ എറാസ്മസ് പ്ലസ് സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ കോളേജ് സ്പെസിഫിക് ഗ്രാൻഡ്സ് സ്കോളർഷിപ്പാണ്. ഇതൊക്കെ അടുത്ത ഓരോ സ്കോളർഷിപ്പാണ്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വീഡിയോ ഇൻഷാല്ലാ ഇട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കൺട്രി പറഞ്ഞാൽ നോർവേയാണ്. നോർവേ നിങ്ങൾക്ക് എന്താ പറയുക, ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് ഫ്രീ ആണ് വരുന്നത്. മോസ്റ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫ്രീ തന്നെയാണ് വരുന്നത്. പിന്നെ പോപ്പുലർ കോഴ്സസ് പറഞ്ഞാൽ ഇവിടെ എൻവയോൺമെൻറ്റൽ സയൻസ്, മറീൻ ബയോളജി, ഡാറ്റ സയൻസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് നോർവേയിൽ മെയിൻ ആയിട്ടുള്ളത് വരുന്നത്. ഈ കോഴ്സുകളൊന്നും ഇവിടെ കേൾക്കുന്നില്ല നമ്മുടെ നാട്ടിലൊന്നും. പിന്നെ തന്നെ ലാംഗ്വേജ് എല്ലായിടത്തും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ 5 കൺട്രീസിന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പഠിക്കൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ എന്താ പറയുക ലിവിങ് ലൈഫ് സ്റ്റൈൽ ഇല്ല. നിങ്ങൾക്ക് തന്നെ അടിപൊളി ജീവിതം അവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണല്ലോ. പിന്നെ എന്താ പറയുക, അവിടെ പാർട്ട് ടൈം ജോബ് ആണല്ലോ. അപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്താലാണ് നിങ്ങൾക്ക് അവിടെ പൈസ ഉണ്ടാക്കുക. പക്ഷേ പാർട്ട് ടൈം ജോബ് ഓഫർ ചെയ്യുന്നിടത്ത് പലയിടത്തും ഈ പറഞ്ഞ എന്താ പറയുക അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് ഈ പറഞ്ഞ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പോൾ നോർവേയിൽ അപ്പോൾ ഫസ്റ്റത്തെ ജർമ്മനി, രണ്ടാമത്തെ നോർവേ. പിന്നെ അവിടുത്തെ ലിവിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. 80,000 മുതൽ 1,00,000 പെർ മന്ത് നമുക്ക് അവിടെ എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ മൂന്നാമത്തെ കൺട്രി എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എനിക്ക് തോന്നുന്നു 20,000 to 60,000 പെർ ഇയർ വരുന്നുണ്ട്. പെർ ഇയർ ആണ് കേട്ടോ, സെമസ്റ്റർ അല്ല. അപ്പം നിങ്ങൾക്ക് എനിക്കൊണ്ട് അതൊക്കെ കുറവാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നതിനപ്പോൾ എനിക്ക് കൊണ്ട് ഒരു 3 ലക്ഷം, അറൗണ്ട് 3 ഇയറിന് 3 ലക്ഷം പെർ ഇയർ 1 lakh വെച്ച് കണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്ത്. അപ്പോൾ എനിക്ക് കൊണ്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെയും തന്നെ ലാംഗ്വേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, എല്ലായിടത്തും സെയിം തന്നെയാണ്. ഇംഗ്ലീഷ് എന്താ പറയുക ആയാൽ മതി. ഫ്രഞ്ച് പഠിക്കണം എന്നില്ല. ഫ്രഞ്ച് അതന്നെ അവിടുത്തെ ഡെയിലി ലൈഫിന് പാർട്ട് ടൈം വർക്കിന് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും ഇവിടെ ഫ്രാൻസിൽ കേട്ടോ. കോസ്റ്റ് ലിവിങ് അവിടെ നോർവേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. 60,000 to 80,000 വരുന്നുള്ളൂ. മറ്റേത് 1 ലക്ഷമൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഈഫിൽ എക്സലൻസ് സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ ഫ്രഞ്ച് എംബസി സ്കോളർഷിപ്പുകളുണ്ട്. ഇതൊക്കെ ഇന്ത്യൻ സ്റ്റുഡൻസിനാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെയൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു കൺട്രി സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്കോളർഷിപ്പ് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടോ ഒന്നും വേണ്ട, ChatGPT വിളിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. പിന്നെ നാലാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ഫിൻലാൻഡാണ്. ഫിൻലാൻഡ് ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് 2 to 6 lakh പെർ ഇയർ വരുന്നുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് 100% സ്കോളർഷിപ്പ് അവൈലബിൾ ഫോർ ഡിസേർവിങ് ഇന്ത്യൻ സ്റ്റുഡൻസ്. അതന്നെ പഠിപ്പുള്ളവർക്ക് പഠിപ്പ് വെറുതാവില്ല. നമ്മൾ നാട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. 100% സ്കോളർഷിപ്പ് വരെ കിട്ടുന്നുണ്ട്. ഫിൻലാൻഡിലൊക്കെ പഠിച്ചാൽ സെറ്റാണ്. പോപ്പുലർ കോഴ്സസ് തന്നെ ഇൻഫർമേഷൻ, IT മേഖല ഉണ്ട്, ഡിസൈൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് സോഷ്യൽ സർവീസ്, ഇതൊക്കെയാണ് ഫിൻലാൻഡിൽ മെയിനായിട്ട് വരുന്ന കോഴ്സാണ് കേട്ടോ. ലിവിങ് കോസ്റ്റ് കുറവാണ് എനിക്കൊണ്ട്. ജർമ്മനിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊണ്ട് കുറവാണ്. 50,000 to 70,000 വരെ പെർ മന്ത് വരുന്നുള്ളൂ. പിന്നെ വൈ ചൂസ് ഫിൻലാൻഡ്? എക്സ്ട്രീംലി സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി സിസ്റ്റം, ബ്യൂട്ടിഫുൾ സേഫ് എൻവയോൺമെൻ്റ് ആണ്. പിന്നെ ഫോക്കസ് ഓൺ ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഫിൻലാൻഡൊക്കെ അടിപൊളി സ്ഥലമാണ്, മനസ്സിലായോ? ഇപ്പോൾ എന്താ എത്രണ്ണായി നമ്മൾ ജർമ്മനി, പിന്നെ
നോർവേ, ഫ്രാൻസ്, ഫിൻലാൻഡ്, പിന്നെ എന്താ അറിയില്ല, സെഷസ് റിപ്പബ്ലിക്കോ. ഇതിന്റെ പ്രൊനൗൺസ് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ നോക്കിയിട്ടില്ല, മറന്നോ, നോക്കണം എന്ന് വിചാരിച്ചതാ. CZECH ആണ്, മനസ്സിലായോ? അപ്പൊ അതാണ് ഒരു കൺട്രി. അത് ഞാൻ പ്രൊനൗൺസ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ട്യൂഷൻ ഫീസ് ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എന്താ പറയുക, ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ. ഇംഗ്ലീഷ് പ്രോഗ്രാം കോസ്റ്റ് വരുന്നത് 25,000 to 50,000. അതായത് അടുത്ത ലോക്കൽ ലാംഗ്വേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താ പറയുക, ഫ്രീ ആയിട്ട് 100% ഫ്രീ ആണ് സ്റ്റഡീസ്. അതല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ഉണ്ട്, അതിന് നിങ്ങൾക്ക് 25,000 മുതൽ 50,000 പെർ ഇയർ വരുന്നുണ്ട്. എന്നാലും വെരി ലോ ആണ് കോഴ്സ്. ഇംഗ്ലീഷ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫീസിൽ പഠിക്കാമല്ലോ. പിന്നെ എന്താ പറയുക, ലിവിങ് കോസ്റ്റ് 40,000 മുതൽ 60,000 വരുന്നുള്ളൂ, അത് കുറവാണ്, വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പിന്നെ പാർട്ട് ടൈം വർക്ക് ഉണ്ട് നിങ്ങൾക്ക് അവിടെ, സ്റ്റുഡൻസ് വിസ, അഫോർഡബിൾ ട്രാവൽ അക്രോസ് യൂറോപ്പ് ഉണ്ട്. പിന്നെ അപ്ലിക്കേഷൻ ടിപ്സ് എന്താ, അപ്പോൾ ഇതാണ് 5 രാജ്യങ്ങൾ പറഞ്ഞില്ല. അതായത് ജർമ്മനി, നോർവേ, ഫ്രാൻസ്, ഫിൻലാൻഡ്, പിന്നെ തന്നെ ഷെഷോ. ഇതെങ്ങനെ വായിക്കുക, മോശമാണല്ലോ, നോക്കട്ടെ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ഇട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ തന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളും ഇനി ഞാൻ ഒന്നുകൂടി ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ടാണ്, അത്യാവശ്യം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഡേ ബൈ ഡേ ഞാൻ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ധൈര്യമായിട്ട് കമൻറ്റുകൾ ഇട്ടോളി. ഞാൻ എന്തായാലും അതൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അടുത്തടുത്ത വീഡിയോസുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇതുപോലത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിടുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഞാൻ ഈ ഒരു എഡ്യൂക്കേഷൻ മാത്രമല്ല, ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ.